മഹാകുംഭമേളയ്ക്കായി പ്രതീക്ഷിച്ചതിലും വലിയ ഭക്തജനക്കൂട്ടം എത്തിയതോടെ പ്രയാഗ്രാജിൽ നീണ്ട ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കുംഭമേള അവസാനിക്കുന്നതിന് മുൻപുള്ള അവസാനത്തെ ഞായറാഴ്ചയായതിനാൽ ഭക്തജനങ്ങൾ പുണ്യസ്നാനം ചെയ്യാൻ നഗരത്തിലേക്ക് ഒഴുകുകയാണ്. ഇതോടെ പ്രയാഗ്രാജിൽ 25 കിലോമീറ്റർ നീണ്ടുനിൽക്കുന്ന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. രേവ, വാരണാസി, കാൺപൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡുകളിൽ വാഹനങ്ങൾ നിരന്നുകിടക്കുകയാണ്. ശനിയാഴ്ച മാത്രം 1.11 കോടിയിലധികം ഭക്തരാണ് പുണ്യസ്നാനം നടത്തിയത്. ഞായറാഴ്ച ഇതിലും കൂടുമെന്നും കണക്കുകൂട്ടലുകളുണ്ട്. വാരാന്ത്യമായതിനാൽ ശനിയാഴ്ച രാത്രി മുതൽ തന്നെ ധാരാളം ഭക്തർ എത്തിത്തുടങ്ങിയിരുന്നു. ഞായറാഴ്ച രാവിലെയോടെ പ്രയാഗ്രാജ് നഗരത്തിലും ഹൈവേകളിലും കടുത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് പോലീസ് പല സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങളെ വഴിതിരിച്ചുവിടുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും കൊഖ്രാജ് ബൈപ്പാസിൽ നിന്ന് ഫാഫമൌബേല കഷർ പാർക്കിംഗിലേക്ക് തിരിച്ചുവിടുകയാണ്. ഭക്തർക്ക് കുംഭമേളയിൽ എളുപ്പത്തിൽ എത്തിച്ചേരാനും സ്നാനം ചെയ്യാൻ വേണ്ടിയുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാഹനത്തിന് പോകാൻ സാധിക്കാത്തതുകൊണ്ട് നിരവധി പേർ കാൽനടയായാണ് യാത്ര ചെയ്യുന്നത്. ശനിയാഴ്ച മാത്രം 90,000 വാഹനങ്ങളാണ് പ്രയാഗ്രാജിലേക്ക് എത്തിയത്. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നടക്കുന്നത് മഹാകുംഭമേളയുടെ തുടർച്ചയായ ആവർത്തനമാണ്. ഈ പ്രത്യേക മഹാകുംഭമേള 12 കുംഭമേളകളുടെ പൂർത്തിയെ അടയാളപ്പെടുത്തും. അതിൽ അവസാനത്തേത് 1881 നടന്നത്. ഇത് 44 ദിവസം നീണ്ടുനിൽക്കും. ഇനി ഇത് നടക്കുന്നത് 144ാമത്തെ വർഷമാണ്. ഇത് നടക്കുന്ന കാലത്ത് ജീവിക്കുന്നത് പോലും ഭാഗ്യമാണ്. ഒരായുസ്സിൽ അപൂർവമായി മാത്രമാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഭാഗ്യമായാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. വാരണാസിയിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് 123 കിലോമീറ്ററാണ് ദൂരം. 2025 മഹാകുംഭമേളയിൽ കോടിക്കണക്കിന് സന്ദർശകർക്കായി ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപൂർവ നിമിഷത്തിന് സാക്ഷികളാകാനും ത്രിവേണി സംഗമ പുണ്യം നുകരാനും വിദേശികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകരാണ് ഒഴുകിയെത്തുന്നത്. 45 നാൾ നീളുന്ന മേളയിൽ 35 കോടിയിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കൂടാതെ US, ഇസ്രയേൽ, ഫ്രാൻസ്, മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികളും സന്ദർശനത്തിനെത്തും. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കണക്കുപ്രകാരം 2013 12,000 കോടിയും 2019 1.2 ലക്ഷം കോടിയുമായിരുന്നു കുംഭമേളയിൽ നിന്നുള്ള വരുമാനം. 4,000 ഹെക്ടറാണ് കുംഭമേള നടക്കുന്ന ഗംഗാതീരത്തെ പ്രദേശത്തിന്റെ വിസ്തൃതി. 1,60,000 ടെന്റുകളുടെ താൽക്കാലിക നഗരമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. വാരണാസി, അയോധ്യ, മഥുര എന്നിവിടങ്ങൾക്കും ഇവിടെ പ്രയോജനം ലഭിക്കും. 50 കോടിയിലധികം ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 26 60 കോടി കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മഹാകുംഭമേള ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 45 കോടി ഭക്തർ എത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത്. മൗന അമാവാസി ദിവസവും വസന്ത പഞ്ചമി ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവാണുണ്ടായത്. അതേസമയം കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ വെള്ളം മലിനമാണെന്ന റിപ്പോർട്ടുകൾ യോഗി ആദിത്യനാഥ് തള്ളി. കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളിലെ ജലം കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കാമെന്ന് യോഗി ആദിത്യനാഥ് ഉറപ്പു നൽകുന്നു. പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന വ്യാജ പ്രചാരണമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. നദിയിൽ കോളിഫോം ബാക്ടീരിയയുടെ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നുവെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് യോഗി ആദിത്യനാഥിന്റെ പരാമർശം. 52.6 കോടി പേർ പ്രയാഗ്രാജിൽ സ്നാനം നടത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.